ഈ മത്സ്യബന്ധനത്തിന് ആവശ്യമായ മണ്ണെണ്ണ കേന്ദ്ര ഗവൺമെൻറ് തുടർച്ചയായി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അമിതമായ വിലയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സർ, ഇന്ന് മത്സ്യബന്ധനത്തിന് തന്നെ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ ഈ മണ്ണെണ്ണ ഒഴിവാക്കിക്കൊണ്ട് ബദൽ സംവിധാനങ്ങൾ എന്നുള്ള നിലയിലുള്ള ചില പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കും എന്ന് ഒന്ന് വിശദമാക്കുക. സർ, ഈ പ്രശ്നം വളരെ ഗൗരവത്തോടെയാണ് ഗവൺമെന്റ് എടുത്തത്. ഇപ്പോൾ 25 രൂപ സബ്സിഡി കൊടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ള മണ്ണെണ്ണ കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത്, സിവിൽ സപ്ലൈസ് മന്ത്രി പ്രത്യേകിച്ച് അറിയിച്ചിട്ടുള്ളത്, അടുത്ത വർഷം മുതൽ മണ്ണെണ്ണയെ കേന്ദ്ര ഗവൺമെന്റ് തരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി നമ്മൾ LPG, ഡീസൽ, പെട്രോൾ ഇതിലേക്ക് എഞ്ചിനുകൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു. സർ, കേരളത്തിൽ 4-5 കേന്ദ്രങ്ങൾ ഞങ്ങളത് പരീക്ഷണം നടത്തി. LPG വലിയ വിജയമായി, പെട്രോളും ഡീസലും വിജയമാണ്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഈ വർഷം 10 കോടി രൂപ ഇതിനുവേണ്ടി അനുവദിച്ചു എന്ന സന്തോഷകരമായ കാര്യവും ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് 2-3 വർഷം കൊണ്ട് കേരളത്തിൽ ഈ പ്രക്രിയ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.